ഓ, വലിയ സന്തോഷത്തിലാണല്ലോ തമ്പുരാട്ടി. എന്താടി, പുതിയതായിട്ട് കോളേജിലൊക്കെ പോവാൻ പോകുന്നതിന്റെയാണോ? എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിലേ നീ ഒരാളെ അങ്ങ് കുപ്പിയിലാക്കിയല്ലോ. എന്തൊക്കെ പറഞ്ഞാലും മോളെ, ഇവിടുന്ന് പോയതിനു ശേഷം നിന്റെ സമയം അങ്ങ് തെളിഞ്ഞു. എന്റെ കുഞ്ഞിന്റെ കഷ്ടകാലം നീ കാരണം അവൾക്ക് അവിടെ ഒരു സമാധാനം പോലും ഇല്ല. ഞാൻ കാരണം താരേച്ചിക്ക് അവിടെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അമ്മായി. പിന്നെ ഞാൻ പഠിക്കാൻ പോണെന്നുള്ളത് അനന്തവേട്ടന്റെ തീരുമാനമാണ്. അത് തീർക്കാൻ എനിക്ക് പറ്റില്ല. ഓ, അവളുടെ ഒരു അനന്തവേട്ടൻ. ആ ചെക്കന് തലയ്ക്ക് നല്ല സുഖമില്ലേടി? അല്ലെങ്കിൽ നിന്നെ പോലെ ഒരു പീറപ്പെണ്ണിനെയൊക്കെ ആരും സപ്പോർട്ട് ചെയ്യൂ? എന്റെ അനന്തവേട്ടന് യാതൊരുവിധ കുഴപ്പമില്ല അമ്മായി. ഇനിയിപ്പൊ അമ്മായി ആയിട്ട് കുഴപ്പമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. എന്തു പറഞ്ഞടി? അവൾക്ക് അവനെ പറഞ്ഞപ്പോ അങ്ങ് പിടിച്ചില്ല. ഓ, ഇവിടെ ആയിരുന്നപ്പോ നിനക്ക് നാവുണ്ടോ എന്ന് കുത്തി നോക്കണായിരുന്നല്ലോ വായില്. പാവം പോലെ ഇരുന്നവളാ. ഇപ്പൊ കണ്ടില്ലേ നാവിന്റെ നീളം. എന്റെ താരമോളെ വിഷമത്തിലാക്കിയിട്ടേ നീ എവിടെയും പോകത്തില്ല. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇന്ന് വൈകുന്നേരം അവിടെ ചെല്ലുമ്പോ മര്യാദയ്ക്ക് അവനോട് പറഞ്ഞോണം, നിനക്ക് പഠിക്കാൻ പോകാൻ താല്പര്യമില്ല, പഠിക്കാൻ പോകുന്നില്ലെന്ന്. ഞാനങ്ങനെ പറയില്ല അമ്മായി. എനിക്കതിന് കഴിയില്ല. ഞാൻ ഞാൻ അനന്തവേട്ടന് വാക്ക് കൊടുത്തു പോയി. ഓ, അവളുടെ ഒരു വാക്ക് ഒരു വാക്കല്ലേ? അതെപ്പോ വേണമെങ്കിലും മാറ്റാലോ. ഉണ്ട ചോറിന് ലേശമെങ്കിലും നന്ദി കാണിക്കടി. ക്ലാരെ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? തിന്ന ഭക്ഷണത്തിന് ജാനുട്ടിയോട് കണക്ക് പറയുവാണോ? ഞാൻ കണക്കൊന്നും പറഞ്ഞില്ല. ഇത്ര കാലം ഇവിടെ തീറ്റിപ്പോറ്റിയേനെ ഒരു പ്രത്യുപകാരമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അമ്മായി, അമ്മായി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഈ തീരുമാനത്തിൽ നിന്ന് എന്തായാലും പിന്മാറാൻ പോകുന്നില്ല. അത് മാത്രമല്ല, ഇപ്പൊ പഠിക്കണം എന്നുള്ളത് എൻ്റെ കൂടി ആഗ്രഹമാണ്, എൻ്റെ ആവശ്യമാണത്. പിന്നെ അമ്മായി പറഞ്ഞല്ലോ ഞാൻ ഇവിടെ ഇരുന്ന് തിന്നു മുടിപ്പിക്കുമായിരുന്നെന്ന്. ഞാനല്ലേ അമ്മായി ഇവിടുത്തെ സകല ജോലിയും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ ചെയ്യുന്ന ജോലിക്ക് കൂലി ഭക്ഷണം എന്നല്ലേ? ആ ഒരു കൂലി മാത്രമല്ലേ അമ്മായി ഞാൻ എടുത്തിട്ടുള്ളൂ. എടി നാശം പിടിച്ചോളെ, നീ എന്നോട് എതിർത്ത് സംസാരിക്കാറായോടി? നിന്നെ ക്ലാരെ, ജാനുട്ടീനെ തൊട്ട് പോയേക്കരുത്. ജാനുട്ടി പറഞ്ഞതിൽ എന്താണ് ഇത്ര തെറ്റ്? അല്ലെങ്കിലും നീയൊക്കെ എന്തുമാത്രം അതിനെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ആ കൊച്ചുള്ളതല്ലേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നീ ഒരു കാര്യം ഓർത്തോണം, 20 ലക്ഷം രൂപ എണ്ണി മേടിച്ചിട്ട് നീ മറ്റൊരാൾക്ക് വിറ്റതാ ജാനുട്ടീനെ. വിറ്റ മുതലില് കൈവയ്ക്കാൻ നിനക്ക് എന്താടി അവകാശം? എടി, നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. നിനക്കുള്ള പണിയെ ഞാൻ തരുന്നുണ്ട്. വല്യമ്മച്ചി, ഞാൻ ഞാൻ പറഞ്ഞത് തെറ്റായി പോയോ? ഇല്ല ജാനൂട്ടി, മോള് പറഞ്ഞതില് ഒരു തെറ്റുമില്ല. മോള് പഠിക്കാൻ പോണം, പഠിക്കണം, പഠിച്ച് മിടുക്കിയാവണം. എന്നിട്ട് ഇതുങ്ങളുടെ മുന്നേ കൂടെ തല ഉയർത്തി തന്നെ നിൽക്കണം. അതാണ് ഇവർക്കൊക്കെ ഉള്ള മറുപടി.